ഇക്കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ ലക്ഷ്യങ്ങൾ തകർക്കുന്നതിനു വേണ്ടി ഇന്ത്യൻ വ്യോമസേന വളരെ ശക്തമായി പ്രവർത്തിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളായ റാഫേൽ വിമാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് സൈന്യം പാകിസ്ഥാനെതിരെ ശക്തമായ ആക്രമണം നടത്തിയത്. എന്നാൽ 5ഓളം റാഫേൽ യുദ്ധവിമാനങ്ങളെ തകർത്തതായി പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. പാകിസ്ഥാൻ്റെ ഈ പൊള്ളയായ അവകാശവാദം ചൈനയും ഏറ്റുപിടിച്ചു. എന്നാൽ നഷ്ടങ്ങളുണ്ടായെന്ന് ഇന്ത്യൻ വ്യോമസേന സമ്മതിക്കുന്നു. എന്നാൽ 5 റാഫേൽ നഷ്ടമായിട്ടില്ല എന്ന് ഇന്ത്യൻ വ്യോമസേന തറപ്പിച്ചു പറയുന്നു. ഇപ്പോൾ ഈ നുണപ്രചാരണം കൊണ്ട് റാഫേലിൻ്റെ ബിസിനസ് പൊളിക്കാനാണ് ചൈന ശ്രമിക്കുന്നത്. അത് ചൈനയുടെ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ലോകരാജ്യങ്ങളെ പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് ഫ്രാൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ചൈനയുടെ വിദേശ എംബസികളിലെ ഡിഫൻസ് അറ്റാഷമാരാണ് ഈ റാഫേലിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നാണ് ഫ്രാൻസ് പറയുന്നത്. റാഫേൽ ഓർഡർ ചെയ്ത രാജ്യങ്ങളെ ആ വിമാനങ്ങൾ വാങ്ങാതിരിക്കുകയും പകരം ചൈന വിമാനങ്ങൾ വാങ്ങിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ അപവാദ പ്രചരണത്തിൻ്റെ ലക്ഷ്യമെന്നാണ് ഫ്രാൻസ് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്തോനേഷ്യ പോലെയുള്ള പല രാജ്യങ്ങളും ഫ്രാൻസിൽ നിന്ന് റാഫേൽ വിമാനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ 3 റാഫേലുകൾ ഉൾപ്പെടെ 5 ഇന്ത്യൻ വിമാനങ്ങൾ വെടിവെച്ചിട്ടെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടത്. എന്നാൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇന്ത്യൻ സൈന്യം സമ്മതിച്ചെങ്കിലും ഫ്രഞ്ച് വ്യോമസേനാ മേധാവി ജനറൽ ജെറോം ബെല്ലാഞ്ചർ പറയുന്നത് ഇന്ത്യക്ക് 3 യുദ്ധവിമാനങ്ങളെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, അതിൻ്റെ തെളിവുകൾ മാത്രമേ ലഭിച്ചുള്ളൂ എന്നാണ്. അതിൽ ഒരെണ്ണം മാത്രമാണ് റാഫേൽ എന്നും ഒരെണ്ണം റഷ്യൻ നിർമ്മിത സുഖോയ് എന്നും മറ്റൊരെണ്ണം ഫ്രാൻസിൻ്റെ തന്നെ മറ്റൊരു പഴയ കാല വിമാനമായ മിറാഷ് 2000 ആണെന്നും ഫ്രാൻസ് വ്യക്തമാക്കുന്നു. മാത്രമല്ല ഒരു യുദ്ധത്തിൽ ആദ്യമായിട്ടാണ് ഒരു റാഫേൽ യുദ്ധവിമാനം നഷ്ടമാകുന്നതെന്നും അവർ പറയുന്നു. റാഫേലിനെതിരെ ചൈന പ്രചരണം നടത്തുന്നത് കൃത്രിമമായ ചിത്രങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഡേറ്റകളും വെച്ചിട്ടാണെന്നും പല കമ്പ്യൂട്ടർ ഗെയിമുകളിലെ ചിത്രങ്ങൾ വെച്ചിട്ടാണെന്നുമൊക്കെയാണ് ഫ്രാൻസ് പറയുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് പുതുതായി സൃഷ്ടിച്ച 1000-ലധികം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് ചൈന അവരുടെ സാങ്കേതിക വിദ്യ മേന്മയെക്കുറിച്ചുള്ള കഥകൾ പ്രചരിപ്പിക്കുന്നതെന്നും ഫ്രഞ്ച് ഗവേഷകർ പറയുന്നു. അതുമാത്രമല്ല ഫ്രഞ്ച് എംബസി ഡിഫൻസ് അറ്റാഷമാർ മറ്റു രാജ്യങ്ങളിലെ സുരക്ഷാ പ്രതിരോധ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചകളിൽ ഈ നുണക്കഥകൾ ആവർത്തിക്കുന്നുവെന്ന് ഫ്രഞ്ച് രഹസ്യാന്വേഷണ ഏജൻസി പറഞ്ഞു. അവർ റാഫേൽ യുദ്ധവിമാനങ്ങൾ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും അതുകൊണ്ട് തന്നെ ചൈനീസ് യുദ്ധവിമാനങ്ങൾ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടു എന്നുമാണ് ഫ്രഞ്ച് ഇൻ്റലിജൻസ് ഏജൻസി പറയുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടിനെ ചൈന നിഷേധിച്ചതായി ഫ്രാൻസ് വാർത്താ ഏജൻസി AP റിപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങൾ വ്യാജ പ്രചരണങ്ങൾ നടത്തിയിട്ടില്ലെന്നും ചൈന എല്ലായ്പ്പോഴും വ്യാപാരത്തിലും കയറ്റുമതിയിലുമൊക്കെ വിവേകപൂർണവും ഉത്തരവാദിത്വമുള്ളതുമായ സമീപനമാണ് പുലർത്തുന്നതെന്നും ചൈനീസ് പ്രതിരോധ മന്ത്രാലയം പറയുന്നു. ദസോ ഏവിയേഷൻ നിർമ്മിച്ച റാഫേൽ യുദ്ധവിമാനം ഫ്രാൻസിൻ്റെ പ്രതിരോധ കയറ്റുമതിയിൽ പ്രധാന പങ്കാണ് വഹിക്കുന്നത്. 8ഓളം രാജ്യങ്ങൾക്കാണ് ഇതുവരെ റാഫേൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസ് വിറ്റത്. ഫ്രാൻസിൻ്റെ സൈനിക പങ്കാളിത്തത്തിൽ ചൈനയ്ക്ക് സ്വാധീനം വളരുന്ന ഏഷ്യയിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈജിപ്റ്റ്, ഇന്ത്യ, ഖത്തർ, ഗ്രീസ്, ക്രൊയേഷ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സെർബിയ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലേക്കാണ് റാഫേൽ കയറ്റുമതി ചെയ്തത്. ഇന്തോനേഷ്യ 42 വിമാനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാങ്ങുന്നത് അവർ പരിഗണിക്കുകയാണ്. ലണ്ടനിലെ ഒരു പ്രതിരോധ സുരക്ഷാ തിങ്ക് ടാങ്കായ റോയൽ യുണൈറ്റഡ് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധനായ ജസ്റ്റിൻ ബ്രോങ്കിൻ്റെ അഭിപ്രായത്തിൽ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള ഫ്രാൻസിൻ്റെ സുരക്ഷാ ബന്ധങ്ങളെ ദുർബലപ്പെടുത്താൻ ചൈന ശ്രമിക്കുന്നുണ്ടാകും. അത് വിതരണം ചെയ്യുന്ന ഉപകരണങ്ങളെക്കുറിച്ച് ആശങ്കകൾ പ്രചരിപ്പിക്കുന്നതിലൂടെ ചൈന അതിനാണ് ശ്രമിക്കുന്നത്.